നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് എന്തിനാണ് വിദേശ ഫണ്ടിങ്? നമ്മുടെ ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷന് എന്തിനാണ് വിദേശ ഫണ്ടിങ്? കുറച്ചുകൂടി കടന്നു ചോദിച്ചാൽ, ആതുര സേവനം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന പേരിൽ നിരവധി സംഘടനകൾ നടത്തുന്ന മിഷണറിമാർക്ക് എന്തിനാണ് വിദേശ ഫണ്ടിങ്? അതിന് ഒരുപക്ഷെ ന്യായമായി പറഞ്ഞേക്കാം, അത്തരത്തിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉള്ള സാമഗ്രികളുമൊക്കെ സംഭരിക്കുവാനായി വിദേശ ഫണ്ടിങ് ആവശ്യമായിട്ട് വരും. പക്ഷെ ഭാരതത്തിൽ ആ ഫണ്ടിങ് ലഭ്യമല്ലേ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഇനി ഒരു പടി കൂടി കടന്നു ചോദിച്ചാൽ, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സംഘടനകൾക്കുള്ള ഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചല്ലോ. അവർക്ക് എന്തിനാണ് ഈ ഫണ്ടിങ്? ആ ഫണ്ടിങ് അവരെന്ത് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ്, പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്? ഇതെല്ലാം കൃത്യമായി നാം അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ ഈ വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു കേൾക്കുന്ന ഒരു ന്യായം, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇപ്പോൾ ലോകം മുഴുവൻ ഒരു ചെറു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്ത് വിദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം പല സംഘടനകളെയും തേടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ആതുര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വരുന്നത് സ്വാഭാവികമല്ലേ? കേൾക്കുമ്പോൾ വളരെ നല്ല കാര്യമാണ്. പക്ഷേ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഭൗമരാഷ്ട്ര പ്രയോഗങ്ങളിൽ അല്ലെങ്കിൽ ഭൗമരാഷ്ട്ര കൊടുക്കൽ വാങ്ങലുകളിൽ ഈ ഒരു വാദം എടുത്തു വയ്ക്കുമ്പോൾ അത് പാളിപ്പോകും. കാരണം അതിർത്തികൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിർത്തികൾ ഏതെങ്കിലും തരത്തിലില്ലാത്ത അതിരുകളില്ലാത്ത ലോകം, ഇതൊക്കെ സ്വപ്നത്തിലും കഥകളിലുമൊക്കെ കേൾക്കുവാൻ കൊള്ളാം. പ്രായോഗികമായി ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഈ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഷ്ട്രങ്ങളുടെ ഭരണകൂടങ്ങളെയും സ്ഥിരതയും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളായിരിക്കും. ജോർജ് സോറോസ് ആകട്ടെ, ഐസിസ് ആകട്ടെ, ഇവ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ അതിരുകളില്ലാത്ത ലോകം, ഓപ്പൺ സൊസൈറ്റി എന്നൊക്കെയുള്ള വാദങ്ങൾ പറയുന്നത്. അവിടെ തന്നെയാണ് ഈ വിദേശ ഫണ്ടിങ് ഒരു രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ, ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഉണ്ടാകണം എന്നുള്ള ഒരു നിഷ്കർഷ ആവശ്യമായി വരുന്നത്. ഭരണകൂടത്തിൻ്റെ, രാജ്യത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കണം അത്തരത്തിലുള്ള ഫണ്ടിങ്ങുകളുടെ, അത്തരത്തിലുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ വിനിയോഗം, ക്രയവിക്രയങ്ങൾ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് വരുന്നത്, ആരിൽ നിന്നാണ് ആ ഫണ്ട് വരുന്നതെന്നിൽ നിന്ന് തുടങ്ങി എന്ത് കാര്യത്തിന് ആ ഫണ്ട് ഉപയോഗിക്കുന്നു, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നില്ല, ഇവയെല്ലാം കൃത്യമായി രാജ്യത്തെ ഭരണകൂടങ്ങളും ഭരണ സംവിധാനവും അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ സഹായകരമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA അതിൽ നിലവിലുള്ള ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുകയും പഴുതടച്ചുള്ള ഒരു നിയമ സംവിധാനമാക്കി, ഒരു നിയമവ്യവസ്ഥയാക്കി ആ റെഗുലേഷൻ ആക്ടിനെ മാറ്റുവാൻ വേണ്ടി പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുവാനുമായി കേന്ദ്ര സർക്കാർ ഒരുമ്പിടുന്നത്. ഉള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തത്വമയി ന്യൂസ് തന്നെ ഈ വിഷയം സംബന്ധിച്ച് നിരവധി വാർത്തകളും ഓട്ടപ്രദക്ഷിണത്തിൽ തന്നെ ഈ വിഷയം നാം മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ നിലവിലുള്ള ചട്ടങ്ങൾ കർശനമാകുന്ന വിജ്ഞാപനത്തിനെതിരെയും അതിനു മുൻപ് നിയമ ഭേദഗതി കൊണ്ടുവരുവാൻ പോകുന്നു എന്നുള്ള സൂചനയ്ക്കെതിരെയും ഏറ്റവും കൂടുതൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ഭാഗത്തു നിന്നാണ്. സ്വാഭാവികമായി അവരുടെ വോട്ട് ബാങ്ക് കാംക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരും അവരോടൊപ്പം ചേർന്ന് BJPക്കെതിരെ അതൊരു പ്രചരണായുധമാക്കി മാറ്റി. അതെല്ലാം നാം തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച സഭകൾ പിന്മാറിയെങ്കിലും അവരുടെ സ്വാധീന ശക്തി നിയമസഭയിൽ പോലും ഇക്കഴിഞ്ഞ ദിവസം പ്രതിഫലിക്കുന്നത് നാം കണ്ടു. BJP MLAമാരൊഴികെ മറ്റ് നിയമസഭാ സാമാജികന്മാരെല്ലാം ഐകകണ്ഠേന കേന്ദ്ര സർക്കാരിൻ്റെ FCRA ചട്ട ഭേദഗതികൾക്കെതിരെ, നിയമ ഭേദഗതികൾക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നത് നാം കണ്ടതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും പ്രതിഷേധ സ്വരമുയരുന്നത്? പ്രേക്ഷകരൊരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത്തരത്തിലുള്ള വിദേശ സാമ്പത്തിക സഹായം, അതായത് ആതുര സേവന സംബന്ധിയായും ജീവകാരുണ്യ പ്രവർത്തന സംബന്ധിയായും വിദ്യാഭ്യാസ സംബന്ധിയുമായും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വരുന്ന വിദേശ സാമ്പത്തിക സഹായം ഏറ്റവും കൂടുതൽ വരുന്ന അല്ലെങ്കിൽ വന്നെത്തിച്ചേരുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തെലങ്കാന, തമിഴ്നാട്, ഈ 4 സംസ്ഥാനങ്ങൾക്കും പിന്നിലാണ് ഈ വിദേശ സാമ്പത്തിക സഹായം എത്തിച്ചേരുന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം.
പിന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 4 സംസ്ഥാനങ്ങളിലും FCRA നിയമഭേദഗതിക്കെതിരെ ഇത്രയും വലിയ മുറവിളികൾ ഉയരാത്തത്? കേരളത്തിൽ മാത്രം അത് ഉയരുന്നത്? അവിടെയാണ് ഇതിൻ്റെ നിഗൂഢത തെളിഞ്ഞു വരുന്നത് നമ്മുടെ മുൻപിൽ. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, ഈ മുറവിളികൾ ഉയരുന്നതിന് ഒരു കാരണം നേരത്തെ പറഞ്ഞ 4 സംസ്ഥാനങ്ങളിൽ എത്തുന്ന ഈ വിദേശ ഫണ്ടുകളുടെ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ ഒരു പക്ഷേ ക്രിസ്ത്യൻ സഭയും ഉണ്ടായിരിക്കാം. ഇനി FCRA പ്രകാരമുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി തെളിഞ്ഞു വരാം. ഓട്ടപ്രദർശനത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പ്രേക്ഷകരോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, മാധ്യമ സ്ഥാപനങ്ങൾക്ക് എന്തിനാണ് വിദേശ സഹായം? നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ ഭാരതത്തിൽ വിദേശ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരം നേടിയ ചില മാധ്യമങ്ങളായാലും. പ്രചാരമെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ അവയുടെ പ്രചാരമൊക്കെ കുറവാണ്. എന്നിരുന്നാൽ പോലും പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനമോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുള്ള വരുമാനമോ ഒന്നുമില്ലെങ്കിൽ പോലും വളരെയധികം സാങ്കേതിക മികവോടുകൂടി പ്രവർത്തിക്കുന്ന ഫാക്ട് ചെക്കേഴ്സ് മുതൽ വെബ്സൈറ്റുകൾ വരെ ഭാരതത്തിൽ നിലവിലുണ്ട്. അവയെല്ലാം പ്രവർത്തിക്കുന്നത് ഈ വിദേശ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ്. ആ മാധ്യമങ്ങളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമാനമായിട്ടുള്ള പ്രവർത്തന രീതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ BJPക്കും നരേന്ദ്രമോദി സർക്കാരിനുമെതിരെ എന്നുള്ള വ്യാജേന രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കും അവർ. രാജ്യത്തെ അപമാനിക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കും അവർ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, വാർത്താ സംപ്രേഷണങ്ങളാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവയിലേക്കുള്ള വിദേശ ഫണ്ടിങ്ങുകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമാണ്. BJPയെ വിമർശിക്കുക, നരേന്ദ്രമോദിയെ വിമർശിക്കുക, ഇതിനൊന്നും രാജ്യത്തെ നിയമങ്ങൾ തടസ്സം ഉന്നയിക്കുന്നില്ല, തടസ്സം അവരുടെ മുൻപിൽ ഉണ്ടാക്കുന്നില്ല. പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ, നിയമങ്ങൾ കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. അതിന് ഒരു കോടതിയും തടസ്സം നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആഭ്യന്തര സുരക്ഷ കോടതികളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇനി മാധ്യമപ്രവർത്തനങ്ങളിൽ നിന്ന് നാം മിഷണറി പ്രവർത്തനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ, ഭാരതത്തിൽ വിദേശ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ മിഷണറി സംഘം അല്ലെങ്കിൽ സംഘടന മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസ എന്നറിയപ്പെടുന്ന തെരേസയുടെ അവർ സ്ഥാപിച്ച സംഘടനയാണ്. അത്തരത്തിലുള്ള സംഘടനയുടെ ഒരു സ്വാധീന ശക്തി അറിയണമെങ്കിൽ JD വാൻസ്, അമേരിക്കയുടെ ഉപരാഷ്ട്രപതി, ഭാരതത്തിലെത്തി ഒരു സംഘടനയുടെ ആളുകളെ മാത്രമേ അവർ പ്രവർത്തിക്കുന്ന അവരുടെ ആസ്ഥാനമുള്ള സംസ്ഥാനത്ത് പോയി അല്ലെങ്കിൽ സംസ്ഥാനത്ത് ചെന്ന് സന്ദർശിച്ചിട്ടുള്ളൂ. അത് മിഷണറീസ് ഓഫ് ചാരിറ്റിയാണ്. മദർ തെരേസയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. മതപരിവർത്തനമാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ തന്നെ പലവട്ടം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആതുര സേവനം അവർക്കതിനൊരു മറ മാത്രമായിരുന്നു. മദർ തെരേസയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാം. ഭാരതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ചതികളിലൊന്നാണ്. 2 ചതികളുണ്ട്. അതിലൊന്ന് ഗാന്ധിയും രണ്ടാമത്തേത് തെരേസയുമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ചരിത്രം വളച്ചൊടിച്ച് അവരെ ഒരു വലിയ ബിംബങ്ങളാക്കി ഒരു ഉയർന്ന സ്ഥാനത്ത്, ഒരു ഹയർ പെഡസ്റ്റിൽ കൊണ്ടുവച്ചത് കോൺഗ്രസ് സർക്കാരുകളാണ്. മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകളാണ്. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള സർക്കാരുകളാണ് ഇവരെയെല്ലാം പുരസ്കൃതരാക്കി ഭാരതീയരുടെ മനസ്സിൽ ഒരു ബിംബങ്ങളായി, വലിയ ബിംബങ്ങളായി. ആതുര സേവനം, ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ മദർ തെരേസയ്ക്ക് അപ്പുറം ഒരു നാമം നമുക്ക് പറയുവാനില്ല എന്ന രീതിയിൽ ഭാരതത്തിൽ അവരെ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചു. ഭാരതമാണ് മദർ തെരേസയെ നിർമ്മിച്ച് ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചത്. അത് ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു ആവാസ വ്യവസ്ഥ വൈദേശികരായിട്ടുള്ള മദർ തെരേസയുടെ ഉടമസ്ഥന്മാർ, മുതലാളിമാർ ഭാരതത്തിൽ ഉണ്ടാക്കിയെടുത്തു. അതിന് കോൺഗ്രസ് സർക്കാരുകൾ കൂട്ടുനിന്നു എന്ന് മാത്രമേ ആ ഒരു സാഹചര്യത്തെ നമുക്ക് വിശകലനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ അത് രൂപപ്പെടുത്തുക. വിദേശ ഫണ്ടിങ്ങുകളിലേക്ക് തിരികെ വന്നാൽ മാധ്യമ സ്ഥാപനങ്ങളായി, മിഷണറി സ്ഥാപനങ്ങളായി, രാഷ്ട്രീയ കക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷനുകൾ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കോൺഗ്രസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വിധേയമായി കോൺഗ്രസിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നൊരു ഫൗണ്ടേഷനാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മേലായി ആ ഫൗണ്ടേഷനിലേക്ക് എന്തിനാണ് വിദേശ ഫണ്ടുകൾ ഒഴുകിയെത്തുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് സൽക്കർമ്മത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് അഭിവൃദ്ധി നൽകുന്ന ഏത് പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഫണ്ട് വിനിയോഗിക്കുന്നത്? ഇതിനൊന്നും യാതൊരു വ്യക്തതയുമില്ല.
ഈ വ്യക്തതകൾ വരുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് FCRA നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവരുവാനായി കേന്ദ്ര സർക്കാർ മുതിരുന്നത്, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം സംഘടനകളും മിഷണറി പ്രവർത്തനങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തെലങ്കാന, തമിഴ്നാടു ഈ 4 സംസ്ഥാനങ്ങളിലേക്കും അതിനുശേഷം കേരളത്തിലേക്കും ഒഴുകിയെത്തുന്ന വിദേശ ഫണ്ടുകൾ മതപരിവർത്തനത്തിനും മാവോയിസ്റ്റുകളെ സഹായിക്കുവാനുമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ മാവോയിസ്റ്റുകളെ സഹായിക്കുന്നത് തിമോത്തി ഇനിഷ്യേറ്റീവിനെ പോലുള്ള സംഘടനകൾ ചെയ്യുന്നത് നേരായുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. മതപരിവർത്തനം എന്നുള്ളത് അതിനുവേണ്ടി വിദേശ സാമ്പത്തിക സഹായങ്ങൾ വിനിയോഗിക്കുന്നത് രാജ്യത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും തകർത്തുകൊണ്ടുള്ള ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ വിനിയോഗിക്കുന്നതിനെ തടഞ്ഞേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് FCRA പോലുള്ളൊരു നിയമം കർശനമാക്കി ആ നിയമത്തിൽ ഇപ്പോൾ നിലവിലുള്ള പഴുതുകൾ, ഇത്തരത്തിലുള്ള സംഘടനകൾ, രാജ്യത്തെ കാർന്നു തിന്നുന്ന ചിതലുകൾ, ദുരുപയോഗം ചെയ്യുന്ന പഴുതുകളെല്ലാം അടച്ച് സുദൃഢമായൊരു നിയമമാക്കി അതിനെ നിലനിർത്തുവാനും ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുവാനും കേന്ദ്ര സർക്കാർ മുതിരുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുന്നവർ ആരൊക്കെയാണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു രൂപം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഒരുപാട് ആഴത്തിലേക്ക് ഈ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനു മുൻപ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതുവരെയുള്ള വിശകലനങ്ങളിൽ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളിൽ നിങ്ങൾക്ക് സമാനമായ അഭിപ്രായങ്ങളുണ്ടാകാം, എതിരഭിപ്രായങ്ങളുണ്ടാകാം. അവയെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ സംവാദങ്ങൾ തുടർന്ന് ഈ വിഷയത്തിനുള്ള ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ കമൻറ്റുകൾ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അവ യോജിപ്പാകട്ടെ വിയോജിപ്പാകട്ടെ. അതിലും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. ശുഭരാത്രി.